വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും തിയറി പോർഷൻസും ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തിയറി പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണോ, പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊക്കെ. സോ നമ്മുടെ ബികോമിൻ്റെ സിലബസ് വെച്ച് പറയുകയാണെങ്കിൽ തിയറിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ ആ ഒരു തിയറി, ആ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ തിയറീസ് ഒന്ന് ക്ലിയർ ആണ്, ഏകദേശം നിങ്ങൾക്ക് ആ തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ തിയറി കൂടെ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് ജോബ് കോസ്റ്റിംഗ്, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, അക്കൗണ്ടിംഗ് പ്രൊസീജിയർ, അസൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കോൺട്രാക്ട്, കോൺട്രാക്ട് പ്ലസ് കോൺട്രാക്ട്, എസ്കലേഷൻ ക്ലോസ്, പെർഫോമർ ഓഫ് കോൺട്രാക്ട് അക്കൗണ്ട് ആൻഡ് ബേസിക് പ്രോബ്ലം. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ഇതൊരു പാർട്ടീസാണ്, കോൺട്രാക്ടറും കോൺട്രാക്റ്റി എന്ന് പറയുന്ന രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ആ രണ്ട് പാർട്ടീസാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക. സോ ഇതിൽ പറയുന്ന വെച്ചാൽ കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർടേക്ക് ചെയ്യാണ്, ഒരു വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. സോ ആ ഒരു കോൺട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് കോൺട്രാക്ടർ. ആരാണോ അത് ആവശ്യപ്പെടുന്നത്, ഈ ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, ആ ഒരു വ്യക്തിയാണ് കോൺട്രാക്റ്റി. ദെൻ അതിന് ഭാഗമായിട്ട് കൊടുക്കുന്ന ആ ഒരു മോണിറ്ററി കൺസിഡറേഷനെയാണ് എന്ത് പറയുക, കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുക. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് തന്നെയാണ്. അവിടെ ആ ഒരു കസ്റ്റമറുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് അണ്ടർടേക്കിംഗ് ചെയ്യുന്നു. പക്ഷേ അത് നമ്മൾ പഠിക്കുന്നത് ഒരു ലോങ് ഡ്യൂറേഷനിലേക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഓരോ ഓർഡറും ലോങ് ഡ്യൂറേഷനിലുള്ളതാണ്. അതാണ് ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ മെയിൻലി പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ പറയാവുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നത് ആ ഒരു പുറത്താണ്, അതായത് കോൺട്രാക്ടറുടെ ഓഫീസിന് പുറത്ത് വേറൊരു സ്ഥലത്തായിരിക്കും ഈ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുക. നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് ഈസി ആയിട്ട് എഴുതാം. ദെൻ അതുപോലെ തന്നെ സൈസ് ഓഫ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു വലിയ കോൺട്രാക്റ്റ് ആയിരിക്കും. ടൈം ഡ്യൂറേഷൻ കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ദെൻ അതിൽ ഓരോ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു യൂണിറ്റ് ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളെല്ലാം യൂഷ്വലി ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെയാണ്, അതിൽ ഡയറക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കോസ്റ്റുകളായിട്ട് തന്നെയാണ് അതിൽ വരുന്ന ആ ഒരു എക്സ്പെൻസുകളെല്ലാം മോസ്റ്റ്ലി ട്രീറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ജോബ് കോസ്റ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡയറക്റ്റ് അലോക്കേഷൻ അത്ര പോസിബിൾ അല്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കോൺട്രാക്റ്റ്, അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മറ്റേ കാര്യത്തിലൊക്കെ നമ്മൾ ജോബ് കോസ്റ്റുകൾ നോക്കുമ്പോഴത്തേനും ലാർജ് നമ്പർ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ എന്തായിരിക്കും, നമ്പർ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ദെൻ നമ്മൾ നമ്മുടെ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അതിൽ മോസ്റ്റ് ഓഫ് ദി കോസ്റ്റ് പറഞ്ഞിരുന്നു ഡയറക്റ്റ് കോസ്റ്റുകളായിരിക്കും. ദെൻ നമ്മൾ ജോബ് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു കോസ്റ്റ് എല്ലാം ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കില്ല. സോ അതായത് ഡയറക്റ്റ് അലോക്കേഷൻ ഒരു പരിധി വരെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ അതാണ് മെയിനായിട്ട് രണ്ടാമത് വരുന്ന ഡിഫറൻസ്. ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അലോക്കേഷനും അപ്പോർച്ച്മെൻറ്റും അതിൻ്റെ ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ സിംപ്ലറാണ്.
കമ്പാരിറ്റീവ്ലി നമ്മൾ ആ ഒരു ജോബ് കോസ്റ്റിംഗായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അലോക്കേഷൻ, കോസ്റ്റുകളുടെ അലോക്കേഷനും അതുപോലെ തന്നെ അപ്പോഴ്ച്ച്മെൻറ്റും സിംപ്ലറാണ് ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ്. അത് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ പറഞ്ഞു എല്ലാം ഡയറക്റ്റ് കോസ്റ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ജോബ് കോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ആ ഒരു അലോക്കേഷൻ കുറച്ചുകൂടി സിംപ്ലറാണ്. ദെൻ അതുപോലെ തന്നെ ലോങ് ടൈമാണ് കംപ്ലീഷനായിട്ട് എടുക്കുക. നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മുടെ ആ ഒരു ജോബ് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ടൈം മാത്രമാണ് എടുക്കുന്നുള്ളൂ, ലെസ് ടൈമാണ്. ദെൻ ഔട്ട്സൈഡ് ദ ഫാക്ടറി ആണ് പെർഫോം ചെയ്യുക ഈ ഒരു കോൺട്രാക്റ്റ്. ദെൻ ജോബ് കോസ്റ്റിങ്ങിലാണെങ്കിലോ, ജോബ് കോസ്റ്റിങ്ങിൽ ജോബ് പെർഫോം ചെയ്യുന്നത് ഫാക്ടറിക്ക് ഉള്ളിൽ തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇവ തമ്മിലുള്ള മെയിൻലി വരുന്ന ഡിഫറൻസസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റുകളുടെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ മെയിൻലി 3 തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ്, ദെൻ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആൻഡ് ദെൻ ഫിക്സഡ് പ്രൈസ് വിത്ത് എസ്കലേഷൻ ക്ലോസ്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. അതിൽ പേരിൽ പറയുന്ന പോലെ തന്നെ ഓൾറെഡി പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ 2 പാർട്ടീസും അത് എഗ്രി ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റിലേക്ക് വരുന്നു. സോ അതാണ് ആദ്യത്തെ പറയുന്നത് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. ഈ ഒരു കോൺട്രാക്റ്റിൽ എന്ന് പറയുമ്പോഴത്തേനും ആ കോൺട്രാക്റ്റിൻ്റെ വാല്യൂവിനോട് ആ ഒരു വാല്യൂ എത്രയാണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നത് ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ടോട്ടൽ വർക്ക് കോസ്റ്റിൻ്റെ ഒപ്പം ആ ഒരു കോസ്റ്റ് എത്രയാവും അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, സർട്ടൻ പെർസെൻറ്റേജ് എത്രയായിരിക്കും പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം, കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. അതായത് ഒരു പ്രോഫിറ്റ് എലമെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നു. ലാസ്റ്റ് ടൈപ്പാണ് ഫിക്സഡ് പ്രൈസ് വിത്ത് എസ്കലേഷൻ ക്ലോസ്. അതിലെന്താ പറയുന്നത്, ആ ഒരു കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യും, അതിൽ വേരിയേഷൻസ് വരും. എന്തിൽ വേരിയേഷൻസ്? എസ്കലേഷൻ ഉദ്ദേശിക്കേണ്ട ആ ഒരു വേരിയേഷനാണ്. നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് വരുന്ന പോർഷനിൽ ആ ഒരു എസ്കലേഷൻ ക്ലോസ് എന്നുള്ള ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻലി മനസ്സിലാക്കുക, ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസിലോ അതുപോലെ തന്നെ ലേബറിൻ്റെ റേറ്റിലോ ഒക്കെ ഡിഫറൻസ് വരാം അല്ലേ. ഓരോ കാലഘട്ടം ഒരു സമയത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ വരാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആ ഒരു പ്രൈസിലും അതുപോലെ തന്നെ ലേബറിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു റേറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കോൺട്രാക്ട് പ്രൈസും വേരി ചെയ്യുന്നു. സോ അതാണ് എന്ത് പറയുക, ഫിക്സഡ് പ്രൈസ് വിത്ത് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ. ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കുറേ നേരമായി സംസാരിക്കണം. സോ അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. മെയിൻലി ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് ലെഡ്ജറാണ്. അഥവാ ഒരു കോൺട്രാക്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ഓരോ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ അക്കൗണ്ട് എങ്ങനെയാണ്, കുറേ കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി എക്സ്പെൻസുകളാണ് മെയിൻലി ഡെബിറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻകംസും കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ഐറ്റംസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് ഐറ്റമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കോൺട്രാക്റ്റിങ്ങിന് വേണ്ടി വരുന്ന ആ ഒരു കോൺട്രാക്റ്റിന് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് വരിക. ആ ഒരു ഡയറക്റ്റ് പർച്ചേസ് എന്തായിട്ട് വരിക, മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് ശേഷം റിട്ടേൺ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് കാണിക്കുക, അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുപോലെ തന്നെ സെയിൽ ഓഫ് സർപ്ലസ്, നമുക്ക് എന്തെങ്കിലും സർപ്ലസ് മെറ്റീരിയൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതും എവിടെയാണെന്ന് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓർക്കുക, നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്നത് എവിടെയാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ നമ്മളത് റിട്ടേൺ ചെയ്യുകയോ ആ ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ആ ഒരു ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ലേബർ എംപ്ലോയിഡ് നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിങ്ങിൽ ഫുള്ളും ആ ഒരു ഡയറക്റ്റ് ലേബറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ അപ്പോൾ അവർക്ക് വരുന്ന ആ ഒരു വേജസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഐറ്റമാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഓഫീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എഞ്ചിനീയർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ആ ഒരൊറ്റ കോൺട്രാക്റ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല, പുള്ളി പല പല കോൺട്രാക്റ്റുകൾക്ക് എല്ലാം വേണ്ടി ചിലപ്പോൾ ഈ ഒരൊറ്റ എഞ്ചിനീയർ ആയിരിക്കാം.
അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സാലറി, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെ സാലറി, അവരെല്ലാം പല പല കോൺട്രാക്റ്റുകളിലും നമ്മുടെ കോൺട്രാക്റ്റിലും ഒരുപോലെ ബന്ധപ്പെടുന്ന വ്യക്തികളാണ്. സോ അപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെൻസ് ആ ഒരു കോൺട്രാക്റ്റിങ്ങിൻ്റെ ആ പെർസെൻറ്റേജ് നോക്കും. മെറ്റീരിയലിൻ്റെ ലേബറിൻ്റെ ഏതാണോ നമുക്ക് ആ ഒരു കോസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് അനുസരിച്ചിട്ടാണ് ഡയറക്റ്റ്ലി നമ്മൾ എന്തിലേക്ക് കാണിക്കുക? ഈ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിന്, ആ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ കാണിക്കുക. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ ആ ഒരു അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണമല്ലോ. അതൊരു എക്സ്പെൻസ് ആണല്ലോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ആ ഒരു പ്ലാന്റിൻ്റെ കോസ്റ്റ് കാണിക്കും. ദെൻ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചതിന് ശേഷം ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആ കോസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഡിപ്രീസിയേഷൻ വാല്യൂ കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്തെടുക്കും? ആ ഒരു ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് പ്ലാന്റിൽ അത് നമ്മൾ എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് വലിയ കോൺട്രാക്റ്റുകൾ വരുമ്പോൾ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പാർട്ട് മറ്റൊരു കോൺട്രാക്ടർക്ക് ഒരു കോൺട്രാക്ട് ബേസിൽ കൊടുക്കും. സോ അപ്പോൾ അങ്ങനെ വെക്കുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സബ് കോൺട്രാക്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഒക്കെ പണിയാണെങ്കിൽ ആ ഫുൾ ബിൽഡിംഗ് വലിയൊരു അങ്ങനെ ഒരു വലിയ വർക്കാവുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പെയിൻറ്റിങ്ങും ഫ്ലോറിങ്ങും മാത്രം മറ്റൊരു വ്യക്തിക്കായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമ്മൾ ചെയ്യുക, അത് ഈ ഒരു സബ് കോൺട്രാക്റ്റിന് വരുന്ന കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സബ് കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഈ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ ഡെബിറ്റ് സൈഡിൽ ഒരു എക്സ്പെൻസ് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ടേമാണ് എക്സ്ട്രാ വർക്ക്. അതായത് ഒരു കോൺട്രാക്ടർ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വർക്ക് ഉണ്ടാകും അല്ലേ? ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ആ ഒരു കോൺട്രാക്ട് ടേംസും കണ്ടീഷൻസൊക്കെ അനുസരിച്ച് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു വർക്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പേരിൽ പറയുന്ന പോലെ തന്നെ എക്സ്ട്രാ വർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ വർക്കിൻ്റെ കോസ്റ്റ് എന്താ ചെയ്യുക? നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഒരു എക്സ്ട്രാ വർക്കിൻ്റെ കോസ്റ്റ് നമ്മുടെ കോൺട്രാക്റ്റിൽ തരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എക്സ്ട്രാ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്ന ടേമാണ് വർക്ക് സർട്ടിഫൈഡ്. അതായത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ആർക്കിടെക്റ്റോ അഥവാ അല്ലെങ്കിൽ എൻജിനീയറോ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റിന് അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് പറയുക? വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസും അതുപോലെ തന്നെ അതിൽ ആ ഒരു പ്രോഫിറ്റ് എലമെൻ്റ് എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഇതിൽ വർക്ക് സർട്ടിഫൈഡ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് ഈ ഒരു വർക്ക് സർട്ടിഫൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ കോൺട്രാക്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ എന്താണ്? ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എൻജിനീയറോ ആ ഒരു കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റോ എൻജിനീയറോ അത് അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുക. ഇതിൽ പ്രോഫിറ്റ് എലമെൻറ്റ് ഇൻവോൾവ് ചെയ്യില്ല. ഇത് വാല്യൂ ചെയ്യുന്നത് അറ്റ് കോസ്റ്റിലായിരിക്കും. ദെൻ വർക്ക് സർട്ടിഫൈഡ് എങ്ങനെയാണ് കാണിക്കുക? ഇതും വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ടിങ്ങിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഇനി വർക്ക് സർട്ടിഫൈഡ് ആണെങ്കിലും വർക്ക് അൺസർട്ടിഫൈഡ് ആണെങ്കിലും ഇത് രണ്ടും നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് എന്ത് ഹെഡിൻ്റെ അടിയിലാണ്? വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡിൻ്റെ അടിയിൽ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ ഒരു വർക്ക് അൺസർട്ടിഫൈഡും വർക്ക് സർട്ടിഫൈഡും കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്ന ടേമാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള ടേമാണ്. ആ ഒരു കോൺട്രാക്ടർ ഇതുവരെ ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്ത ആ ഒരു വർക്കിനെയാണ് നമ്മൾ ആ ഒരു വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ വരും? നമ്മുടെ ആ ഒരു വർക്ക് അൺസർട്ടിഫൈഡും വരാം, വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് രണ്ട് കാര്യങ്ങളും ഈ ഒരു വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിലെ
ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എത്രമാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത് എത്രമാത്രം ഉണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കേണ്ടതാണ്. ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ടേംസും, അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ തന്നെ വർക്ക് സർട്ടിഫൈഡ്, അൺസർട്ടിഫൈഡ്, സോ ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ആ ഒരു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് പറയുന്ന ടേമാണ് റിറ്റൻഷൻ മണി. അതായത് ആ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാതെ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മണി. വർക്ക് സർട്ടിഫൈഡിൽ നിന്നും കോൺട്രാക്റ്റി റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മൾ എന്ത് പറയുക, റിറ്റൻഷൻ മണി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റി ചിലപ്പോൾ പേ ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്? 80% കൊടുത്തു. സോ എത്ര റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്? 20% റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. മണി ഇതുപോലെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺട്രാക്ടർ എന്തെങ്കിലും വർക്ക് ഫോൾസ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അത് ഓൾറെഡി തെറ്റുവരുത്തി പിന്നെയും തെറ്റുവരുത്തുക, അത് റെക്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, then അതുപോലെ തന്നെ എന്തെങ്കിലും അതിൻ്റെ ആ ഒരു എക്സിക്യൂഷനിൽ വന്ന ഡിലേയുടെയൊക്കെ ഒരു പെനാൾട്ടി പോലെയൊക്കെ ഇങ്ങനെ ഈ ഒരു കോൺട്രാക്റ്റ് മണി റീറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിറ്റൻഷൻ ഓഫ് മണി നമ്മുടെ ആ ഒരു കോൺട്രാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അവരുടെ ഭാഗത്ത്, ആ ഒരു കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വർക്ക് സർട്ടിഫൈഡ് എത്രയാണോ അതിൽ നിന്ന് എത്ര രൂപ തന്നിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ കിട്ടുന്നതാണ് ഈ എമൗണ്ട്. നെക്സ്റ്റ് പറയുന്ന ടേമാണ് നോഷണൽ പ്രോഫിറ്റ്. അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റിനെയാണ് നോഷണൽ പ്രോഫിറ്റിന് ഏറ്റവും സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതും കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂം, അതുപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള വർക്കിൻ്റെ കോസ്റ്റും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര കോസ്റ്റ് നമ്മൾ ആ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഡേറ്റ് വരെ എത്ര കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോസ്റ്റ് കുറയ്ക്കുക. സോ അപ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്ന ടേമാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി എത്ര ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഇത്രയായിരിക്കും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെന്ന്. സോ അപ്പോൾ അതാണ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ്. ആ ഒരു എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റിൽ നിന്നും എത്ര കൂടുതലായിട്ട് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് വന്നു, സോ അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ പറയുക എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അതിന് ഇക്വേഷൻ പറയുന്നുണ്ട്, കോൺട്രാക്ട് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് കുറയ്ക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് കുറയ്ക്കേണ്ടത്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടിൽ കംപ്ലീഷൻ പ്ലസ് എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റ് ടു കംപ്ലീറ്റ് ദി കോൺട്രാക്റ്റ്. അതായത് അതിൽ വരുന്ന അഡീഷണൽ കോസ്റ്റും ആ കംപ്ലീഷൻ വരെയുള്ള അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളും കോൺട്രാക്ട് പ്രൈസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ അതിൽ വരുന്ന ആ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നതും അതിൻ്റെ ആ ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ ഐറ്റംസ് പരിചയപ്പെട്ടു. സോ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. സോ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ആക്ട്. നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഐറ്റംസും അതെങ്ങനെയാണ് ആ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് സാധാരണ രീതിയിൽ അറിയാം, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സ്പെൻസുകൾ എഴുതും, പിന്നീട് നമ്മൾ എന്തെഴുതുന്നു, അതിൽ വരുന്ന ഇൻകംസ് എഴുതുന്നു, ദെൻ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ അതിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. ഇതിലെ ഫസ്റ്റ് കേസാണ് പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാനായിട്ട് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് നമുക്കുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ആ ഒരു കോൺട്രാക്റ്റി ആയിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോൺട്രാക്ട് പ്രൈസ് അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാക്ട് പ്രൈസ് കൂടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കവിടെ ആ ഒരു ഇതിനകത്ത് ആ ഒരു കോൺട്രാക്റ്റിൽ നമുക്കവിടെ പ്രോഫിറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ആ കിട്ടുന്ന അതിൻ്റെ ഹോൾ പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതല്ല ചിലപ്പോൾ എന്ത് സംഭവിക്കാം, മറിച്ചും സംഭവിക്കാം അല്ലേ. ആ കോസ്റ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് കൂടുതലായിട്ട് വരാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താ ഉണ്ടാവുക, ലോസ് ആണ് ഉണ്ടാകുക. കാരണം നമ്മളുടെ ആ ഒരു കോൺട്രാക്ട് പ്രൈസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്ത് ഇൻവോൾവ് ചെയ്തു, കോസ്റ്റ് ഇൻവോൾവ് ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കിട്ടുന്ന ലോസിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, അതായത് ഓർക്കുക പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. അതായത് എന്താണ്, ഫുള്ളി കംപ്ലീറ്റഡ് ആകാത്ത രീതിയിലുള്ള കോൺട്രാക്റ്റുകളുടെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അറ്റ് ദ എൻഡ് ഓഫ് ഇയർ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ കിട്ടുന്ന പ്രോഫിറ്റിന് നമുക്ക് ഫുള്ളി ആയിട്ട് ആ ഒരു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ അത് ഫുള്ളി പെർഫോം ചെയ്യാത്ത കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഇനിയും റിയലൈസ് ചെയ്യാത്ത പ്രോഫിറ്റ്, അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അവിടെ ഉണ്ടാകും അല്ലേ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫുൾ എമൗണ്ടും കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പകരം അതിന് കുറച്ച് റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ആ ഒരു ഇതുമായിട്ട്, അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റൂൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് വരുന്ന റൂൾ ഇതാണ്, അതായത് നമ്മളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് സർട്ടിഫൈഡ്, നമ്മൾ എന്താണെന്ന് പറഞ്ഞിരുന്നു, വർക്ക് സർട്ടിഫൈഡ്, നമ്മളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് സർട്ടിഫൈഡ് ആ ഒരു നമ്മുടെ കോൺട്രാക്ട് പ്രൈസിനേക്കാളും 1/4 താഴെയാണെങ്കിൽ, അതായത് നമ്മുടെ കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് സർട്ടിഫൈഡ് 1/4 താഴെയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ എൻറ്റയർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക, റിസർവ് ഫോർ കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് എന്ന് പറയുന്ന ആ ഒരു ടേമിലേക്കാണ് നമ്മൾ ആ ഒരു പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മളല്ലാതെ രീതിയിൽ പ്രോഫിറ്റ് സൂക്ഷിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വർക്ക് സർട്ടിഫൈഡ് ആ ഒരു കോൺട്രാക്ട് പ്രൈസിനേക്കാളും 1/4 മുകളിലും എന്നാൽ എന്തായിരിക്കണം 1/2 താഴെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റ് എന്ന് പറയുക. ഈ ഒരു പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ എങ്ങടേക്ക് ക്രെഡിറ്റ് ചെയ്യണം, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ആയിട്ട് വരുന്ന ആ ഒരു എമൗണ്ട് ഇല്ലേ, അതായത് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ശരിക്കും ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് എമൗണ്ട്, അതിൽ നിന്ന് ഈ ഒരു പ്രോഫിറ്റ് കുറച്ചിട്ട് കിട്ടുന്ന ആ ഒരു ബാലൻസ് എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക്, അതായത് അല്ലെങ്കിൽ റിസർവ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് പറയുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് 1/2 അതിന് മുകളിലോ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ലെസ് ദാൻ 9/10. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൂടി പറയുന്നുണ്ട്, കംപ്ലീഷൻ സ്റ്റേജ്, അതായത് അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 50%നോ അല്ലെങ്കിൽ എന്തായിരിക്കണം 90%നോ ഇടയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലും നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയും ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നത് ഇങ്ങനെയാണ്, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ എവിടേക്ക് കാണിക്കണം, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി അതിൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ട്, അത് ഏതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്, ശരിക്കും നമുക്കുണ്ടായിരുന്ന ആ ഒരു പ്രോഫിറ്റിൽ നിന്ന്,
നോഷണൽ പ്രോഫിറ്റിൽ നിന്ന് ഈ ഒരു എമൗണ്ട് കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും ബാലൻസ് എന്ന് ഉദ്ദേശിക്കുക. ആ ഒരു ബാലൻസ് എമൗണ്ട് എവിടെയാണ് കാണിക്കുക? വർക്കിംഗ് പ്രോഗ്രസ് റിസർവിൽ, അല്ലെങ്കിൽ എവിടെ കാണിക്കണം? പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഇതിൻ്റെ ബാലൻസ്. നെക്സ്റ്റ് റൂള് പറയുന്നത്, അതായത് നമ്മുടെ വർക്ക് ഏകദേശം, അതായത് അതിൻ്റെ കംപ്ലീഷൻ്റെ ഏറ്റവും അടുത്ത സ്റ്റേജിലേക്ക് എത്തിയത്, അതിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 90% അതിൽ കൂടുതലോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്? ഒരു എസ്റ്റിമേറ്റഡ് ബേസിസിലാണ് എടുക്കുക. നമ്മൾ ആ എടുക്കുന്ന എസ്റ്റിമേറ്റഡ് ബേസിസിനകത്ത് എടുക്കുന്ന ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പം നമ്മൾ അതിനും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് പല പല ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 4 ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്, ആ ഇൻഫോർമേഷൻ്റെ ബേസിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാവുന്നതാണ്? ഇക്വേഷൻ സെലക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ റൂള് പറഞ്ഞു, ദെൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ റൂള് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഫിറ്റ് കാൽക്കുലേഷനെ പറ്റി ഇത്രയും നേരം പറഞ്ഞ്, ഇനി നമുക്ക് വരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റൂളായിട്ട് പറയുന്നത്, നമ്മൾ കുറേ പ്രോഫിറ്റ് എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആ ഒരു നോഷണൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് കുറച്ച് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും, ദെൻ കുറച്ച് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റിസർവിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ആ റിസർവ് നമ്മൾ എന്ത് കാണിക്കണം? വർക്കിംഗ് പ്രോഗ്രസ്സിൽ നിന്ന് ഒരു ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ടതാണ്. സോ ദെൻ പറയാണ്, ഇനി ആ ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ഉണ്ടായിട്ടിരിക്കുന്ന ലോസ് ആയിട്ട് ഉള്ള എമൗണ്ട് ആണെങ്കിൽ, അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലെ പ്രോഫിറ്റ് അല്ല, പകരം ലോസ് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ആ ലോസിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, അതായത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയും റൂളാണ് നമ്മളുടെ ആ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. നമ്മൾ ഓൾറെഡി ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിരുന്നു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. അതൊരു ചെറിയ തിയറി പോർഷനായിട്ട് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് ഒന്ന് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു കോസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ്? കോസ്റ്റ് പ്ലസ്. അപ്പോൾ ആ പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുക. അതായത് കോസ്റ്റിനോടൊപ്പം നമ്മൾ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്ന രീതി. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കേസ് എന്ന് പറയുന്നത് ചില സിറ്റുവേഷനിൽ നേരത്തെ തന്നെ കോൺട്രാക്ട് പ്രൈസ് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ട് കോൺട്രാക്ട് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളും ഉണ്ടായേക്കാം. സോ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റുകളുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഈ ഒരു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ കോൺട്രാക്റ്റി, അതായത് ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് തരുന്ന വ്യക്തി ആരാണ് നമ്മളെ ആ ഒരു കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഒരു കോൺട്രാക്റ്റി എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും ആ ഒരു മെറ്റീരിയലും ലേബറും എല്ലാം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ ഒരു കാര്യം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ആ ഒരു കോൺട്രാക്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വർക്കിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ലോസ് ഉണ്ടാകാനായിട്ടുള്ള റിസ്ക് വളരെ കുറവാണ്. കാരണം എന്താണ്? ഇദ്ദേഹം എപ്പോഴാണ് ആ ഒരു പ്രോഫിറ്റ് തീരുമാനിക്കുന്നത്? എല്ലാ പരിപാടിക്കും ശേഷമാണ് അല്ലേ. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ലോസ് ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ എന്തായാലും സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈ ഒരു കോൺട്രാക്ടർക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെയോ ലേബറിൻ്റെയോ ഒക്കെ പ്രൈസ് കൂടുക, അങ്ങനത്തെ കാര്യങ്ങൾ അതിനെ സംബന്ധിക്കുന്ന റിസ്ക്കും കോൺട്രാക്ടർക്ക് കുറവാണ്. അതുപോലെ തന്നെ കോൺട്രാക്റ്റിംഗ് ആവുമ്പോൾ ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി നല്ലതാണ് എന്ന് എൻഷുർ ചെയ്യാനും സാധിക്കുന്നു. ഇതിലെ ലിമിറ്റേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന ആ ഒരു സമയം വരെ നമുക്ക് കോൺട്രാക്ട് പ്രൈസ് എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് അൺനോൺ ആണ്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലോ ആ ഒരു നമുക്ക് പറഞ്ഞിരിക്കുന്നത് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് മാത്രമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും ആ ഒരു പ്രോഫിറ്റ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ടുള്ള ആ ഒരു കോസ്റ്റാണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് എന്ത് വരും, പ്രോഫിറ്റും എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ പേഴ്സൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു കോസ്റ്റ് കൂടാനായിട്ടുള്ളൊരു സാധ്യതയും മുൻപിലുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റുകളുടെ പ്രത്യേകതകൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടേമാണ് എസ്കലേഷൻ ക്ലോസ്. ഈ ഒരു ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ കുറേ മെറ്റീരിയലും ലേബറും അതുപോലെ തന്നെ മറ്റ് സർവീസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൈസ് എപ്പോൾ ചേഞ്ച് ചെയ്യും, അതെങ്ങനെ ചേഞ്ച് ചെയ്യും ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ അത് ഡിക്രീസ് ആകാം അല്ലെങ്കിൽ ഇൻക്രീസ് ആകാം. ചിലപ്പോൾ പ്രൈസ് ഒരു പരിധി വിട്ട് കൂടാം, ചിലപ്പോൾ പ്രൈസ് ഒരു പരിധി വിട്ട് പ്രൈസിൻ്റെ ആ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം കുറയാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു റിസ്കുകളെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ക്ലോസ് ആണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു എസ്കലേഷൻ ക്ലോസിൻ്റെ ഭാഗമായിട്ട് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ, ലേബറിൻ്റെ, മറ്റ് സർവീസുകളുടെ എല്ലാം പ്രൈസ് ഒരു പരിധി നമ്മൾ വെക്കും. ആ ഒരു സർട്ടൻ പെർസെൻറ്റേജിലും കഴിഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ പ്രൈസ് ഇതിൻ്റെ എല്ലാം പ്രൈസ് കൂടാന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ആ ഒരു പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോസ് ആയിട്ട് വെക്കും. എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് പ്രൈസ് കൂട്ടാവുന്നതാണ്, ഒരു സർട്ടൻ പെർസെൻറ്റേജ് കൂട്ടാവുന്നതാണ് എന്നൊരു ക്ലോസ് വയ്ക്കും. ഇതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, പ്രൈസ് ഒരുപാട് കുറയാണെങ്കിൽ, മെറ്റീരിയലിൻ്റെ ലേബറിൻ്റെയൊക്കെ പ്രൈസ് ഒരുപാട് കുറയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, അപ്പോൾ ഒരു കോൺട്രാക്റ്റിക്കും ഗുണം കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, പ്രൈസ് എല്ലാം കുറയുന്ന സിറ്റുവേഷനിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കോൺട്രാക്റ്റ് ആ ഒരു സർട്ടൻ പെർസെൻറ്റേജിൽ കവിഞ്ഞിട്ട് പ്രൈസ് എല്ലാം കുറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു കോൺട്രാക്ട് പ്രൈസിൽ നിന്നും എന്ത് ചെയ്യണം, കുറച്ച് എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺട്രാക്ടർക്കും ഗുണമാണ്, കോൺട്രാക്റ്റിക്കും ഗുണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു എസ്കലേഷൻ ക്ലോസ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൈസ് കുറയ്ക്കുന്നതിന്, കോൺട്രാക്ട് പ്രൈസ് കുറയ്ക്കുന്നതിനെയാണ് ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുക. ഇത്രയും ഓർക്കുക, നമ്മൾ കോൺട്രാക്ട് പ്രൈസ് കൂട്ടുകയാണെങ്കിൽ അതിന് എസ്കലേഷൻ, ദെൻ അത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ ഡി എസ്കലേഷൻ ക്ലോസ്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ പെർഫോമയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കേണ്ടതാണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് ആ ഒരു ഡെബിറ്റ് സൈഡിൽ വരുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ ആ ഒരു പെർഫോമ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ കണക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. മെയിൻലി ഓർക്കുക, ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആണോ അതോ കോൺട്രാക്റ്റ് ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്ട്, ഒരു അക്കൗണ്ടിങ്, അതിന്റെ ഒരു അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 5 lakh ആണ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഒരു ഇൻഫോർമേഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ, അതായത് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോൺട്രാക്ട് പ്രൈസ് ഫുള്ളി റിസീവ് ചെയ്തു, അതായത് ഈ 5 lakh തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺട്രാക്ട് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 lakh നമ്മൾ റിസീവ് ചെയ്തു എന്നുള്ള ആ ഒരു ഇൻഫോർമേഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മുടെ അടുത്ത് കോൺട്രാക്ട് അക്കൗണ്ടും അതുപോലെ തന്നെ കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കോൺട്രാക്ട് അക്കൗണ്ട് വളരെ ഈസിയാണ്. നിങ്ങൾ മെയിൻലി ഓർക്കാം, എക്സ്പെൻസുകളാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ഇൻകംസ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. സോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്?
മെറ്റീരിയൽ പെർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽ പെർച്ചേസ്ഡ് ആണ് നമ്മുടെ എന്ത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടു മെറ്റീരിയലിനോ ഡയറക്റ്റ് മെറ്റീരിയലിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിന് മുമ്പ് ഇവിടെ പെർട്ടിക്കുലേഴ്സ് എന്നോട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാനത് വേഗം ചെയ്യുന്നോണ്ട് കൊടുത്തില്ലാന്നേ ഉള്ളൂ. സോ അപ്പൊ ഈ മെറ്റീരിയലിന്റെ എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ ആണ് മെറ്റീരിയൽസ് അറ്റ് സൈറ്റില്. അതായത് ഇപ്പൊ സൈറ്റിനകത്തുള്ള മെറ്റീരിയൽ എത്രയാണ്? അപ്പൊ അത് ഏത് സൈഡിലാണ് കാണിക്കണ്ടേ? ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ പെർച്ചേസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണ്ടേ. ഇപ്പൊ സൈറ്റിൽ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. എന്നാലും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താ കാണിക്കുന്നത്? മെറ്റീരിയൽ അറ്റ് സൈറ്റ്. അതിന്റെ എമൗണ്ട് എത്രയാന്ന് നോക്കാം. 10,000 ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഡയറക്റ്റ് വേജ്. അപ്പൊ അത് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് വേജസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പൊ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് ഇഷ്യൂഡ് ആണ്. അതായത് പ്ലാന്റ് ഇപ്പൊ നമ്മുടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു പ്ലാന്റ് എത്രയോ. അപ്പൊ ടു പ്ലാന്റ് ഇഷ്യൂഡ് എന്ന് അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. സോ അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40,000 ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് അതിന്റെ എമൗണ്ട് നോക്കാം. 50,000 ആണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെൻസുകൾ തന്നിരിക്കുന്നത് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഇൻഫോർമേഷൻ വായിച്ചു നോക്കാം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഫുള്ളി നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ദെൻ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഇനി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണ്? ഡയറക്റ്റ് വേജിന്റെ 25% ആണ് ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഡയറക്റ്റ് വേജസിന്റെ 25%. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എഴുതാലോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 25% ഓഫ് ഡയറക്റ്റ് വേജ്. നമ്മുടെ ഡയറക്റ്റ് വേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 20,000 ആണ്. 20,000ന്റെ 25% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് എത്ര വരും? 5,000. സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. 20,000 into 25 divided by 100 ആണ് എന്ത് നമ്മുടെ 5,000 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ആ ഒരു ഡയറക്റ്റ് വേജ് നിന്ന് 25% കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സൈഡിലുള്ള എക്സ്പെൻസുകളെല്ലാം എഴുതി. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് നോക്കാം. ഇനി നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റിന് 10% ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എക്സ്പെൻസ് രീതിയിൽ കാണിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാന്റിന്റെ എമൗണ്ട് ഈ സൈഡിൽ വാല്യൂ കാണിച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതാം? മെറ്റീരിയൽ സൈറ്റ് എഴുതിയ പോലെ എന്ത് എഴുതാം? പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് എഴുതാം. എന്നിട്ട് നമ്മുടെ ആ ഒരു പ്ലാന്റ് വാല്യൂ നിങ്ങൾ എടുത്ത് എഴുതാം. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. നിങ്ങൾക്ക് പെർസെന്റേജ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡിപ്രീസിയേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ ഒരു പ്ലാൻ വാല്യൂയിൽ നിന്ന് കുറച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ഈ ഒരു രീതിയിൽ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഈസി ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ 10% ഡിപ്രീസിയേഷൻ എത്രയാണ് നോക്കാലോ. 40,000ന്റെ 10% ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. സോ അതെന്ന് പറയുന്നതാണ് 4,000. അപ്പൊ ഈ ഒരു 4,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട്. സോ ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈ ഒരു എമൗണ്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇപ്പത്തെ നമ്മുടെ ആ ഒരു ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള പ്ലാനിന്റെ വാല്യൂ. സോ അത് എത്രയായിരിക്കും? 36,000. സോ ആ ഒരു എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ പിന്നെ വരുന്ന ഒരു കാര്യമാണ് കോൺട്രാക്ടീസ് അക്കൗണ്ട്. അതെന്താണ്? നമ്മുടെ ആ ഒരു പർച്ചേസ് കോൺട്രാക്ടിന്റെ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൈഡിൽ എഴുതുന്ന ആ ഒരു എൻട്രിയാണ്. സോ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakhs ആണ്. സോ ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. കാരണം നമ്മൾ എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്യുന്ന ഇത്രയും വലിയ
കുറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ നമ്മൾ കാണിച്ചു. മെറ്റീരിയൽസ് ഇപ്പൊ സൈറ്റിൽ എത്രയും കാണിച്ചു. അതായത് നമുക്ക് ഇപ്പൊ സൈറ്റിനകത്തുള്ള മെറ്റീരിയലും പ്ലാന്റും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വാല്യൂ കാണിച്ചു. ദെൻ കോൺട്രാക്ട് പ്രൈസ് നമ്മൾ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്, കാരണം നമുക്ക് ഇടുന്ന ഇൻകം ആണല്ലോ. അപ്പൊ അത് നമ്മൾ കാണിച്ചു. ഇനി ഇത് ബാലൻസ് ചെയ്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഐഡന്റിഫൈ ചെയ്യാം. സോ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരാം, ലോസ് ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരാം. അപ്പൊ നമുക്ക് നോക്കാം ഏത് സൈഡിലാണ് നമുക്ക് എഴുതാൻ പാകത്തിന് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ ഈ സൈഡാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. 5,46,000 ആണ് ഈ സൈഡിൽ കിട്ടുക. ഈ സൈഡിൽ വരാണെന്നുണ്ടെങ്കിലും അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് എമൗണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇനി ഇത് കാണാന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസിങ് ഫിഗർ നമ്മൾ കണ്ടുപിടിക്കുക. സോ ഈ ഒരു 5,46,000 നിന്ന് ഈ എല്ലാ വാല്യൂസും കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമ്മുടെ പ്രോഫിറ്റ്. നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാം നമ്മുടെ പ്രോഫിറ്റ് ആണ്, ലോസ് ആണെങ്കിൽ ലോസ് എഴുതാം. സോ നമുക്ക് ബാലൻസ് ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട് 3,81,000 ആണ്. സോ അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ്. നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ഇതാണ്. സോ ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആ ഒരു കോൺട്രാക്ടിന്റെ അക്കൗണ്ട് ആണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് എഴുതാം. കോൺട്രാക്ടിന്റെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ അക്കൗണ്ട് പോലെ തന്നെ വരയ്ക്കണം. അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്? ആദ്യം കോൺട്രാക്ടിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു 5 lakh ഉണ്ടല്ലേ, ആ എമൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കോൺട്രാക്ടിന്റെ അക്കൗണ്ടിൽ വരുന്നില്ല. ഇപ്പൊ കോൺട്രാക്ട് അക്കൗണ്ട് തന്നെ എഴുതാട്ടെ, കാരണം കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്നാണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 5 lakh. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേറെ എമൗണ്ടുകളൊന്നും എഴുതാനില്ല. സോ നമ്മൾ എന്ത് ചെയ്ത് ബാലൻസ് എഴുതാം. ബാങ്കിലേക്ക് നമ്മൾ അടച്ചുകൊണ്ട രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ്. സോ അങ്ങനെ കാണിച്ച് ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. സോ അത് 5 lakh. വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ എക്സ്പെൻസുകളൊന്നും കോൺട്രാക്ട് വേറൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് വല്ല സിമ്പിൾ ആയിട്ട് കാണിക്കാം. ഇതാണ് ഈ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മെയിൻലി ഓർക്കുക, നമ്മൾ ആ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് മാത്രം ഓർത്താൽ മതി. ദെൻ അതിൽ പിന്നെ വരുന്ന എക്സ്പെൻസുകളെല്ലാം എഴുതി, പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞു, പിന്നെ ഡിപ്രീസിയേഷന്റെ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ ഓർക്കാനുണ്ട്, പിന്നെ ആ ഒരു ഡയറക്ട് വേജ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ ആ ഒരു എൻട്രീസ് എല്ലാം എഴുതേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ അക്കൗണ്ടിങ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറീസും ഒരു പ്രോബ്ലം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ മോർ പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ബി യുണീക്ക്.